ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ്ഭഗവദ്ഗീത അഷ്ടാദശോऽധ്യായഃ. മോക്ഷസന്യാസയോഗഃ. ഹരി ഓം. മോക്ഷസന്യാസയോഗം എന്ന ശ്രീമദ്ഭഗവദ്ഗീതയുടെ 18-ാം അധ്യായം തുടങ്ങുകയാണ്. ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി വിവരിച്ച അധ്യായമായിരുന്നു 2-ാം അധ്യായമായ സാഖ്യയോഗം. അതുകൊണ്ട് തന്നെ സാഖ്യയോഗത്തെ സംക്ഷിപ്ത ഗീത എന്ന് വിളിക്കുന്നു. എന്നാൽ മോക്ഷസന്യാസയോഗം എന്ന 18-ാം അധ്യായത്തെ ഗീതാ സംഗ്രഹം എന്ന് പറയുന്നു. കഴിഞ്ഞ അധ്യായങ്ങളിൽ പ്രതിപാദിച്ച ഉപദേശങ്ങളെ മുഴുവനും ഇതിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഗീതയിലെ തത്വങ്ങളെല്ലാം തന്നെ ഈ അധ്യായത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് കാണാം. സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തത്വമെന്ത് എന്ന് അറിയിച്ചു തരണമെന്ന അർജുനൻ്റെ അപേക്ഷയോടെയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ഫലത്തെ ത്യജിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവനാണ് കർമ്മയോഗി. കർമ്മയോഗിയായവൻ ത്യാഗിയാണ്. എന്നാൽ എല്ലാ കർമ്മങ്ങളെയും ന്യസിച്ചവനെ, ഉപേക്ഷിച്ചവനെ സന്യാസി എന്നും പറയുന്നു. സന്യാസമെന്നും ത്യാഗമെന്നും ഉള്ള 2 പദങ്ങളും വ്യത്യസ്തങ്ങളാണ് എന്ന് തോന്നും വിധം പലയിടത്തും ഭഗവത്ഗീതയിൽ പ്രയോഗിക്കുന്നുണ്ട്. ഈ 2 പദങ്ങൾക്കും ഭഗവാൻ ഇവിടെ നിർവചനം നൽകുന്നത് കേൾക്കാം. 1-ാമത്തെ ശ്ലോകം അർജുനൻ്റെ ചോദ്യത്തോടെ തുടങ്ങുന്നു. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശിനിഷൂദന. കേശിനിഷൂദന, ഹേ കേശിനാശന. കേശി എന്ന അസുരനെ കൊന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് കേശിനിഷൂദന എന്ന് സംബോധന ചെയ്യുന്നു. ഹൃഷീകേശ, ഹൃഷീകങ്ങളുടെ നാഥൻ, ഹൃഷീകങ്ങളുടെ ഈശൻ, അതായത് ഇന്ദ്രിയങ്ങളുടെ ഈശൻ, ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്നെല്ലാം പറയാം. ഇന്ദ്രിയങ്ങളെ അടക്കിയവൻ എന്നുമാകാം. അങ്ങനെയും ഭഗവാനെ സംബോധന ചെയ്യുന്നു. ഹേ മഹാബാഹോ, സന്യാസസ്യ, സന്യാസത്തിൻ്റെയും ത്യാഗസ്യ ച, ത്യാഗത്തിൻ്റെയും തത്വം, തത്വത്തെ പൃഥക്, വേർതിരിച്ച് വേദിതും ഇച്ഛാമി, അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അർജുനൻ പറഞ്ഞു, ഹേ കേശിനാശന, അല്ലയോ ഹൃഷീകേശ, ഹേ മഹാബാഹോ, സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തത്വത്തെ വേർതിരിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മയി സർവാണി കർമാണി സന്യസ്യ യോഗ സന്യസ്ത കർമാണം സർവകർമ്മഫലത്യാഗം എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ അവിടവിടെയായി ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ സന്യാസത്തിനും ത്യാഗത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് അർജുനന് മനസ്സിലായതുമില്ല. 2 വാക്കുകളുടെയും അർത്ഥം ഉപേക്ഷിക്കുക എന്ന് തന്നെയാണ്. പിന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സന്യാസത്തെയും ത്യാഗത്തെയും കുറിച്ചുള്ള ചർച്ചയാണ് ഈ അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യം. ത്യാഗമനോഭാവമില്ലെങ്കിൽ സന്യാസഭാവം കൈവരിക്കാനാവില്ല. നാം ത്യജിക്കേണ്ടതായ വ്യാജമൂല്യങ്ങളും അനാശാസ്യ പ്രവണതകളും എല്ലാം എന്തെന്ന് ഇതിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുമുണ്ട്. അവയെല്ലാം ത്യജിച്ചാലേ ശരിയായ സന്യാസാവസ്ഥ കൈവരികയുമുള്ളൂ. അർജുനൻ്റെ ഈ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം പറയുന്നു 2-ാമത്തെ ശ്ലോകത്തിൽ. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാഃ. കാമ്യാനാം, കാമ്യങ്ങളായ അല്ലെങ്കിൽ ഫലപ്രതീക്ഷയുള്ള, കർമ്മണാം, കർമ്മങ്ങളുടെ, ന്യാസം, ഉപേക്ഷയെ, സന്യാസം, സന്യാസം എന്ന് കവയഃ, ക്രാന്തദർശികൾ അല്ലെങ്കിൽ പരമാത്മജ്ഞാനികൾ, വിദുഃ, അറിയുന്നു. സർവകർമ്മഫലത്യാഗം, എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നത് ത്യാഗം, ത്യാഗമെന്ന് വിചക്ഷണാഃ, വിജ്ഞന്മാർ, പ്രാഹുഃ, പറയുന്നു. കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കലാണ് സന്യാസമെന്ന്
തത്വദർശികൾ അറിയുന്നു. സർവകർമ്മ ഫലങ്ങളെയും ഉപേക്ഷിക്കലാണ് ത്യാഗം എന്ന് ജ്ഞാനികൾ പറയുന്നു. ഫലത്തെ ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മങ്ങളെയാണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അത്തരം കർമ്മങ്ങളെയെല്ലാം ഉപേക്ഷിക്കുന്നതാണ് സന്യാസം. ന്യസ് എന്ന ധാതുവിന് അർത്ഥം അകന്നു നിൽക്കുക, ബന്ധപ്പെടാതിരിക്കുക എന്നൊക്കെയാണ്. കർമ്മത്തിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുക എന്നർത്ഥം. സകല കർമ്മങ്ങളുടെയും ഫലത്തെ മാത്രം ഉപേക്ഷിക്കുന്നതാണ് ത്യാഗം. ത്യജ് എന്ന ധാതുവിന് ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. തനിക്ക് അധികാരപ്പെട്ടതോ അവകാശപ്പെട്ടതോ ആയതിനെ തീരെ വർജിക്കുക. സന്യാസിക്ക് ഫലത്തിൽ ആഗ്രഹമില്ലാത്തത് മൂലം ഫലം കിട്ടുന്ന എല്ലാ കർമ്മങ്ങളെയും വർജിക്കുന്നു. ത്യാഗിയാകട്ടെ ഈശ്വരന് വേണ്ടി ഈശ്വരനിൽ തന്നെ ഫലത്തെ സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നു. ഫലത്യാഗം എന്നത് സത്യത്തിൽ രണ്ടിലും സംഭവിക്കുന്നുണ്ട്. ത്യാഗം മാർഗവും സന്യാസം ലക്ഷ്യവുമാണ്. സന്യാസവും ത്യാഗവും നമ്മുടെ പ്രവർത്തനങ്ങളിൽ വേണ്ടുന്ന അച്ചടക്കമാണ്. ഗീതയിൽ ഈ പദങ്ങൾ ഒരുപാട് അർത്ഥവ്യാപ്തിയോടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവരും കർമ്മം ചെയ്തേ മതിയാകും. ഭാവിയിൽ വരാനിരിക്കുന്നതിനെ ചൊല്ലിയുള്ള ഉത്കണ്ഠയോ ഫലേച്ഛയോ കൂടാതെ സ്വതന്ത്രനായി പ്രവർത്തിക്കുക എന്നതാണ് ശരിയായ കർമാചരണം. വീണ്ടും ഭഗവാൻ തുടരുന്നു 3-ാമത്തെ ശ്ലോകത്തിൽ. ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മ പ്രാഹുർമനീഷിണഃ യജ്ഞദാനതപകർമ്മ ന ത്യാജ്യമിതി ചാപരേ. അതിൻ്റെ വ്യാഖ്യാനം: ഏകേ ചില, മനീഷിണഃ പണ്ഡിതന്മാർ, ദോഷവത് ദോഷമുള്ളതായ, കർമ്മം ത്യാജ്യം ഉപേക്ഷിക്കേണ്ടതാണെന്ന് പ്രാഹുഹു പറയുന്നു. അപരേ വേറെ ചില പണ്ഡിതന്മാർ യജ്ഞ ദാന തപ കർമ്മ, യജ്ഞം ദാനം തപസ് ഈ കർമ്മം ന ത്യാജ്യം ഉപേക്ഷിക്കേണ്ടതല്ല ഇതി ച പ്രാഹുഹു എന്നും പറയുന്നു. ചില തത്വചിന്തകന്മാർ ഏത് കർമ്മവും ദോഷദൂഷിതമായതിനാൽ ത്യജിക്കപ്പെടേണ്ടതാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. മറ്റു ചിലരാവട്ടെ യജ്ഞം ദാനം തപസ് എന്നീ കർമ്മങ്ങൾ ത്യജിക്കരുത് എന്നും പറയുന്നു. എല്ലാ കർമ്മങ്ങളും ബന്ധകാരണമാണ്, വാസനകളെ സൃഷ്ടിക്കുന്നതുമാണ്. അപ്പോൾ ബന്ധകാരണമായ ദോഷം എന്നത് എല്ലാ കർമ്മത്തിനുമുണ്ട്. അത് ആത്മാനുഭൂതിക്ക് തടസ്സവുമാണ്. അതുകൊണ്ട് കർമ്മങ്ങളെയെല്ലാം ഉപേക്ഷിക്കേണ്ടതാണെന്ന് സാഖ്യമതക്കാർ പറയുന്നു. എന്നാൽ മീമാംസകരുടെ പക്ഷം അതല്ല. വേദത്തിലെ കർമ്മകാണ്ഡത്തെ ആസ്പദമാക്കിയുള്ള 6 ദർശനങ്ങളിൽ ഒന്നാണ് മീമാംസ. വേദങ്ങൾ അനുശാസിക്കുന്ന ധർമ്മങ്ങളെയും കർമ്മങ്ങളെയും വിശദീകരിക്കുകയും കർമ്മങ്ങൾക്കും കർമ്മഫലത്തിനും വലിയ പ്രാധാന്യം നൽകുന്നതുമാണ് പൂർവമീമാംസ. അവരുടെ പക്ഷം എന്തെന്നാൽ യജ്ഞം ദാനം തപസ് എന്നീ കർമ്മങ്ങൾ ലോകശ്രേയസ്സിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ആ കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നാണ്. അങ്ങനെ പണ്ഡിത ലോകത്ത് തന്നെ കർമ്മം വേണമെന്നും കർമ്മമേ വേണ്ടെന്നും പറയുന്ന 2 കക്ഷികളുണ്ട്. ഇനി ഈ 2 വ്യത്യസ്ത സങ്കല്പങ്ങളിൽ ഭഗവാൻ സ്വന്തം അഭിപ്രായം പ്രകടമാക്കുന്നത് എങ്ങനെയെന്ന് അടുത്ത ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട്. അടുത്തതായി 4-ാമത്തെ ശ്ലോകം. നിശ്ചയം ശൃണു മേ തത്ര ത്യാഗേ ഭരതസത്തമാ ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിതഃ. ഭരതസത്തമ, ഹേ ഭരതശ്രേഷ്ഠ, തത്ര അവയിൽ, സന്യാസ ത്യാഗങ്ങളിൽ, ത്യാഗേ ത്യാഗത്തിലുള്ള, മേ നിശ്ചയം എൻ്റെ നിശ്ചയത്തെ അല്ലെങ്കിൽ എൻ്റെ ധീരമായ അഭിപ്രായത്തെ, ശൃണു നീ കേൾക്കൂ, പുരുഷവ്യാഘ്ര അല്ലയോ പുരുഷശ്രേഷ്ഠ, ത്യാഗ ത്രിവിധ ത്യാഗം 3 വിധമെന്ന് സംപ്രകീർത്തിത ഹി പറയപ്പെട്ടിരിക്കുന്നു. ഹേ ഭരതശ്രേഷ്ഠ, സന്യാസം ത്യാഗം എന്നിവയിൽ ത്യാഗത്തെ പറ്റിയുള്ള എൻ്റെ നിശ്ചിതമായ അന്തിമ തീരുമാനം നീ കേട്ടുകൊള്ളുക. അല്ലയോ പുരുഷശ്രേഷ്ഠ, ത്യാഗം 3 വിധം ആണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. സാധാരണ മനുഷ്യ മനസ്സിന് ത്യജിക്കുക എന്നത് ഒട്ടും എളുപ്പമായ കാര്യമല്ല.
സമ്പാദിക്കുക, സ്വന്തമാക്കി വയ്ക്കുക എന്നതൊക്കെയാണ് അതിൻ്റെ സ്വഭാവം. ശാസ്ത്രങ്ങളിൽ ത്യാഗത്തിനെ സാത്വികം, രാജസം, താമസം എന്ന് 3 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ത്യാഗം 3 തരം എന്നതിന് മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. കർമ്മത്യാഗം, കർമ്മഫലത്യാഗം, കർത്തൃതാത്യാഗം എന്നിങ്ങനെ 3 തരം. എനിക്ക് ഇന്ന പ്രയോജനം ഉണ്ടാക്കുന്നതാണ് ഈ കർമ്മം എന്ന കർമ്മവിഷയകമായ മമതയെ ഉപേക്ഷിക്കുന്നതാണ് ഒന്നാമത് പറഞ്ഞ കർമ്മത്യാഗം. കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ, പ്രയോജനത്തെ ഉപേക്ഷിക്കുന്നതാണ് കർമ്മഫലത്യാഗം. മൂന്നാമത് പറഞ്ഞ കർത്തൃതാത്യാഗം എന്നാൽ കർത്തൃത്വം തന്നെ ഈശ്വരനിൽ സമർപ്പിക്കുന്നതാണ്. അങ്ങനെ കർമ്മവും ഫലവും കർത്തൃത്വവും ത്യജിക്കുന്നതാണ് പരിപൂർണമായ ത്യാഗം. മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഈ തത്വത്തെപ്പറ്റി പറയുവാൻ ഭഗവാനല്ലാതെ ആരും സമർത്ഥരുമല്ല. അതുകൊണ്ട് ഭഗവാന്റെ നിശ്ചിത തീരുമാനം എന്തെന്ന് കേൾക്കാം നമുക്ക് 5-ാമത്തെ ശ്ലോകത്തിൽ. യജ്ഞദാനതവ കർമ്മ ന ത്യാജ്യം കാര്യമേവ തത് യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. യജ്ഞദാന തപ കർമ്മ, യജ്ഞം, ദാനം, തപസ്, ഈ കർമ്മം ന ത്യാജ്യം ത്യജിക്കത്തക്കതല്ല, തത് അത്, ആ കർമ്മം, കാര്യം ഏവ ചെയ്യേണ്ടത് തന്നെ, യജ്ഞ യജ്ഞവും, ദാനം ദാനവും, തപഃ ച തപസ്സും, മനീഷിണാം ബുദ്ധിശാലികൾക്ക്, പാവനാനി ഏവ പരിശുദ്ധങ്ങൾ തന്നെ. യജ്ഞം, ദാനം, തപസ് എന്നിവ ത്യജിക്കപ്പെടേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടേണ്ടവ തന്നെയാണ്. ഇവ 3ഉം വിവേകികൾക്ക് അന്ധക്കരണശുദ്ധിക്ക് ഉതകുന്നവയാണ്. യജ്ഞദാന തപസ്സുകൾ ത്യജിക്കരുത് എന്നതാണ് ഭഗവാന്റെ പക്ഷം. ഇവ ശരിയായി ആചരിച്ചാൽ ആത്മസാക്ഷാത്കാരത്തിന് സഹായകമായി തീരുന്നതുമാണ്. കർമ്മത്തിലുള്ള സംഘവും ഫലം വേണമെന്ന ആഗ്രഹവും ഇല്ലാതെ അനുഷ്ഠിക്കുമ്പോൾ വിവേകികളായ മനുഷ്യരെ അത് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. യജ്ഞവും ദാനവും തപസ്സും ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അത് ശ്രദ്ധയോടെ ഭക്തിയോടെ അനുഷ്ഠിക്കുന്നവർ അന്ധക്കരണശുദ്ധി നേടുക തന്നെ ചെയ്യും. ഹരി ഓം തത്സത്.